നാഷണൽ ഹൈവേ 66 ആറുവരിയാക്കുന്ന പ്രവൃത്തികളുടെ പുതിയ കാഴ്ചകളിലേക്കും അണ്ടർപാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ദേശീയപാത വികസന പ്രവൃത്തികളുടെ പുതിയ വിശേഷങ്ങൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ മുഴുവനായിട്ടും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഓർമ്മിക്കുക. പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യം, എല്ലായിടത്തും അണ്ടർപാസ് വേണമെന്ന ആവശ്യമായിട്ട് നാട്ടുകാർ സമരമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ ശരിക്കും എത്ര തരത്തിലുള്ള അണ്ടർപാസുകളാണ് പുതിയ ദേശീയപാത പ്രോജക്റ്റിന് കുറുകെയായിട്ട് നിർമ്മിക്കാൻ സാധിക്കുക എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ദേശീയപാത 66 ചൗക്കി അണ്ടർപാസ് നിർമ്മാണത്തിൻ്റെ പ്രവൃത്തികളാണിപ്പോൾ ദൃശ്യത്തിൽ. ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത, അണ്ടർപാസുകൾ എത്ര തരത്തിൽ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നിലവിൽ അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്ന അണ്ടർപാസിലൂടെ ഏറ്റവും ഉയരത്തിലുള്ള വാഹനങ്ങൾ വരെ കടത്തിവിടാൻ പറ്റുന്ന വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഇത്തരത്തിൽ മൊഗ്രാൽ ജംഗ്ഷനിലും അതുപോലെ തന്നെ വിദ്യാനഗർ, മഞ്ചേശ്വരം, ആരിക്കാടി, ബന്ദിയോട് പ്രദേശങ്ങളിലൊക്കെ നിർമ്മിക്കുന്ന അണ്ടർപാസുകളുടെ ഉയരം ഏതാണ്ട് ഇതുപോലെ തന്നെയായിരിക്കും. ഇവിടങ്ങളിലൊക്കെ നിർമ്മിച്ച അണ്ടർപാസ്, അതിനെ പ്രധാനമായിട്ടും വിളിക്കുന്ന പേര് വെഹിക്കുലാർ അണ്ടർപാസ് അല്ലെങ്കിൽ വെഹിക്കിൾ അണ്ടർപാസ് VUP എന്നാണ്. ഇതാണ് പുതിയതായിട്ട് വരുന്ന ദേശീയപാതയിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലൊക്കെ നിർമ്മിക്കുന്ന അണ്ടർപാസ്. ആദ്യ ഗണത്തിൽപ്പെടുന്ന വെഹിക്കിൾ അണ്ടർപാസ് ആണ്. ഇതിൻ്റെ മിനിമം വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നത് 5.5 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. ഏതാണ്ട് വലിയ ക്രെയിനുകൾ വരെ ഇതുവഴി കടന്നു പോകാൻ വിധത്തിലായിരിക്കും ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണ രീതി. ഇങ്ങനെ 5.5 അടി പൊക്കത്തിൽ അണ്ടർപാസ് എല്ലായിടത്തും നിർമ്മിക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അണ്ടർപാസിന് പുറമെയായിട്ട് ഇതിന് മുകളിലൂടെ റോഡ് കൂടി പാസ് ചെയ്യുമ്പോൾ ഏതാണ്ട് 6 മുതൽ 7 അടി പൊക്കം വരെ ഉയരത്തിൽ റോഡ് എല്ലായിടത്തും ഇതുപോലെ ചെയ്യുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടേറിയതുമാണ്. എന്നാൽ കൂടുതൽ ജനസാന്ദ്രത ഏറിയ പ്രദേശങ്ങളിലൊക്കെ നിർമ്മിക്കാൻ പറ്റുന്ന അണ്ടർപാസ് ഏതാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇനി രണ്ടാമത്തെ ഗണത്തിൽ വരുന്ന അണ്ടർപാസാണ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് അഥവാ LVUP. പുതിയ ഹൈവേ പ്രോജക്റ്റിന് കുറുകെയായിട്ട് ലൈറ്റ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ തക്ക വിധത്തിലുള്ള അണ്ടർപാസാണിത്. ഉദാഹരണത്തിന് കാറ്, ബൈക്ക്, സൈക്കിൾ എന്നിവ ഇതുവഴി കടന്നു പോകാം. ഇതിൻ്റെ ഏകദേശം വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നത് 4 മീറ്റർ, അതായത് 4 മീറ്റർ ഉയരമായിരിക്കും ഇത്തരത്തിലുള്ള അണ്ടർപാസിനുണ്ടാവുക. ആദ്യം സൂചിപ്പിച്ച അണ്ടർപാസിനേക്കാൾ വളരെ വേഗത്തിൽ നിർമ്മിക്കാൻ പറ്റുന്നതാണ് ലൈറ്റ് വെഹിക്കുലാർ അണ്ടർപാസ്. ഇനി മൂന്നാമത്തെ ഗണത്തിൽ വരുന്ന അണ്ടർപാസാണ് പെഡസ്ട്രിയൻ അണ്ടർപാസ് അഥവാ PUP. ദേശീയപാതക്ക് കുറുകെയായിട്ട് കാൽനട യാത്രക്കാർക്കും മറ്റും നടന്നു പോകാൻ വിധത്തിലുള്ളതാണ് പെഡസ്ട്രിയൻ അണ്ടർപാസ്. ഇതിൻ്റെ വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്, അഥവാ 3 മീറ്റർ ഉയരത്തിലായിരിക്കും പെഡസ്ട്രിയൻ അണ്ടർപാസ് നിർമ്മിക്കുക. ഇനി നാലാമത്തെ ഗണത്തിൽ വരുന്ന അണ്ടർപാസാണ് കാറ്റൽ അണ്ടർപാസ് അഥവാ CUP എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ജംഗിൾ ഏരിയയിലായിരിക്കും നിർമ്മിക്കുക. വന്യമൃഗങ്ങൾക്കും മറ്റും കടന്നു പോകാൻ വിധത്തിലുള്ള അണ്ടർപാസാണ് കാറ്റൽ അണ്ടർപാസ്. ഇവിടെ വിവരിച്ച 4 പ്രധാനപ്പെട്ട അണ്ടർപാസുകളിൽ ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ് അഥവാ LVUP എന്ന് പറയുന്നത് ഇപ്പോൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന നാടുകളിലൊക്കെ പെട്ടെന്ന് നിർമ്മിക്കാൻ പറ്റുന്ന അണ്ടർപാസാണിത്. എന്നാൽ ഇത്തരത്തിൽ അണ്ടർപാസ് നിർമ്മിക്കുമ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കും എന്നുള്ളതും മഴവെള്ളം ഏതുവഴി കടത്തി വിടും എന്നുള്ളതും പ്രധാന പ്രശ്നം തന്നെയാണ്. വിവിധ പ്രദേശങ്ങളിൽ സമരങ്ങൾ രൂക്ഷമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ ചെറിയ രീതിയിലുള്ള, അതായത് കാൽനട യാത്രക്കാർക്ക് പോകുന്ന തരത്തിൽ അല്ലെങ്കിൽ ലൈറ്റ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്ന വിധത്തിലുള്ള അണ്ടർപാസുകൾ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കാസർഗോഡ് കറന്തക്കാട് നിർമ്മിക്കുന്ന മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തികൾ വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
കറന്തക്കാട് ഇടതുവശത്തായിട്ട് സർവീസ് റോഡ് വീണ്ടും വീതി കൂട്ടി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ തക്ക വിധത്തിൽ ഗതാഗത നിയന്ത്രണം ഒരുക്കിയിരിക്കുകയാണ്. ഫില്ലർ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഗേഡർ നിർമ്മാണമാണ്. അതിനുവേണ്ടി ഇരുഭാഗങ്ങളിലും റോഡിൻ്റെ വീതി കൂട്ടി ഗേഡർ നിർമ്മാണത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് കമ്പനി ഇനി കടക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ദേശീയപാതയുടെ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. താങ്ക്